ബംഗ്ലാദേശിൽ അറസ്റ്റിലായ കൃഷ്ണദാസ് പ്രഭുവിന് മോചനമില്ല. ജാമ്യാപേക്ഷ അടുത്ത മാസം 2 മാറ്റി ബംഗ്ലാദേശ് കോടതി. കൃഷ്ണദാസ് പ്രഭുവിനായി പുതിയ അഭിഭാഷകർ ഹാജരായില്ല. പ്രഭുവിൻ്റെ അഭിഭാഷകൻ രമേൻ റോയി ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലുമാണ്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇസ്കോൺ സന്യാസിയെ മോചിപ്പിക്കാനുള്ള നടപടികൾ വൈകുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ തന്നെ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സന്യാസിയെ മോചിപ്പിക്കാനുള്ള നടപടികൾ കോടതിയിൽ നീണ്ടുപോവുകയും ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ ഗൗതം. വിനോദ, ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനായി ഹാജരാകാൻ അഭിഭാഷകരാരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും ഇസ്കോണിൻ്റെ അഭിഭാഷകനുമായ രമൺ റോയി ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്. ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ചിറ്റഗോങ്ങിലെ വസതിയിലേക്ക് ഇരച്ചെത്തിയ ഇസ്ലാമിക ഭീകരവാദികൾ അദ്ദേഹത്തെ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. ഇപ്പോൾ രമൺ റോയി എന്ന അഭിഭാഷകൻ ചിറ്റഗോങ്ങിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ ജീവിതത്തോട് മല്ലടിക്കുകയാണ്. അതിനാൽ ഇന്നിപ്പോൾ കോടതിയിൽ ഈ കേസ് നടക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനായി ഒരു അഭിഭാഷകനും പുതിയതായി ഹാജരായില്ല എന്നതാണ്. ഇത് കൃത്യമായി തന്നെ കണക്ക് കൂട്ടിക്കൊണ്ട് കോടതി അടുത്ത മാസം 2-ാം തീയതിയിലേക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ കോടതികൾ പോലും ഇസ്ലാമിക ഭീകര ശക്തികൾക്ക് ഒപ്പം നിൽക്കുന്നു. അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ കോടതിയെപ്പോലും തങ്ങളുടെ വരുതിയിൽ വരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നതാണ്. കാരണം ഒരു അഭിഭാഷകൻ ഹാജരായില്ല എന്നതിൻ്റെ പേരിലാണ് ഈ കേസ് മാറ്റിവെക്കുന്നതെങ്കിൽ കോടതിക്ക് അത് വേണമെങ്കിൽ ഒരാഴ്ചയെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ദിവസമോ അതല്ലെങ്കിൽ കേവലം ഒരാഴ്ചയ്ക്കകത്തോ വീണ്ടും ഇത് സംബന്ധിച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ജനുവരി മാസം 2-ാം തീയതിയിലേക്കാണ് ഇനിയും ഈ കേസ് പരിഗണിക്കാൻ ബംഗ്ലാദേശിലെ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് കോടതി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ്. അടുത്ത മാസം 2 വരെ ഹിന്ദു സന്യാസിമാർ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന കൃത്യമായ സന്ദേശം നൽകി ജിഹാദികളുടെ കയ്യടി നേടുകയാണ് ബംഗ്ലാദേശിലെ കോടതി ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ വാർത്തകൾ തുടർച്ചയായി ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരികയാണ്. വിനോദ്, അതെ, തീർച്ചയായും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ട തുടരുന്നു. അവിടെ കോടതിയിൽ പോലും രക്ഷയില്ല. കോടതി വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിം തീവ്രവാദികളുടെ ഭീഷണിക്ക് മുമ്പിൽ കോടതി പോലും മുട്ടുമടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ബംഗ്ലാദേശിൽ അറസ്റ്റിലായ ഇസ്കോൺ സ്വാമി കൃഷ്ണദാസ് പ്രഭുവിന് തൽക്കാലം മോചനമില്ല. ആ കേസ് അടുത്ത 1 മാസം നീട്ടിവെക്കുന്ന സാഹചര്യം. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുമാണ്. അതുകൊണ്ട് കോടതി നടപടികൾ അനന്തമായി നീണ്ടുപോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.